الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألف لام را، كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും റഹ്മാനായ റബ്ബ് സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവയെല്ലാം അവൻ്റെ മുഖറബുകളായ മാലാഖമാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ സംശുദ്ധമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സകല സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആവേശത്തോടെ, അത്യുത്സാഹത്തോടെ ഒരുപാട് അമാലുകൾ ഈ റമദാനിൽ നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ,
പരിശുദ്ധ റമദാനിൽ പവിത്രമായ 4 മാസങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അർബഅത്തുൻ ഹുറും, പവിത്ര മാസങ്ങൾ. എന്നാൽ ആ മാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു എന്നതല്ലാതെ അവയുടെ പേരുകളൊന്നും തന്നെ നമുക്ക് ഖുർആനിൽ പരതിയാൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ഒരു മാസത്തിന്റെ പേര് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്ന ഈ വിശുദ്ധ റമദാനാണ്. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ഖുതുബകളിലൂടെ അതിന്റെ ശ്രേഷ്ഠതയും പവിത്രതയും മഹാത്മ്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ സവിസ്തരം നമ്മൾ ഓരോരുത്തരും പ്രതിപാദിച്ചതാണ്, നമ്മളത് മനസ്സിലാക്കിയതാണ്. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ത്, അതല്ലെങ്കിൽ റമദാനിനെ റമദാനാക്കിയത് എന്ത്, എന്തുകൊണ്ടാണ് റമദാനിന് ഇത്രമേൽ മഹാത്മ്യവും ശ്രേഷ്ഠതയും ഒക്കെ ലഭിച്ചിട്ടുള്ളത് എന്നതിന്റെ ഉത്തരം 2-ാം അധ്യായം സൂറ ബഖറയിലെ 185-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നത്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്നാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസം അത് റമദാനാണ്. അതുകൊണ്ട് തന്നെയാണ് റമദാനിന് ഇത്രമേൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസം. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല, നമുക്ക് മാത്രം, മുസ്ലിമീങ്ങൾക്ക് മാത്രം ഓതാനും കൂലി വാങ്ങാനും പഠിക്കാനും അല്ല. അതല്ലെങ്കിൽ അറബികൾക്ക് മാത്രം മക്കയിലെ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായ ആ ദേശത്തെ അറബികൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥം അല്ല. മറിച്ച് ഈ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്, ഇത് ജനങ്ങൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന, അവരെ സൽപാന്താവിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഹുദൽ ലിന്നാസ് എന്നാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇതാണ്. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ സൂറത്താണല്ലോ. തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. സംശയമില്ല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ഹുദയാണ്, സന്മാർഗമാണ് എന്നാണ്. ഇതേ രൂപത്തിൽ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. തീർച്ചയായിട്ടും ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്കാണ് ഇത് നയിക്കുന്നത്. മനുഷ്യരെ നയിച്ചു കൊണ്ടുപോകുന്നത് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് പോലെയോ, വെറുപ്പിന്റെ വക്താക്കൾ വെറുപ്പുൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിനെ പറ്റി പലതും പറയും. അത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നതാണ്, അത് ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ്. നാട്ടിൽ പുതിയൊരു ട്രെൻഡ് ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തിന്മകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും മോശത്തരങ്ങൾ, അശ്ലീലതകൾ, അധാർമിക പ്രവർത്തനങ്ങൾക്ക് ഒരു ആള് പിടിക്കപ്പെട്ടാൽ അത് ഖുർആനുമായി കണക്ട് ചെയ്യുന്ന, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാകും, അയാൾക്ക് ഖുർആനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും, ഖുർആൻ പഠിച്ചാൽ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ പുതിയ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക്, നന്മകളിൽ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات.
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അന്നലഹും അജ്റൻ കബീറാ, മഹത്തായ പ്രതിഫലം അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഖുർആൻ. മാത്രമല്ല സൂറത്തു ഇബ്രാഹിം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആമുഖമായി ഓതിവെച്ച വചനം, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. പ്രവാചകരെ, അങ്ങേക്ക് ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാണ്? ലിതുഖ്രിജൻ നാസ് മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ഇരുട്ടുകളിൽ താമസിക്കുന്ന മനുഷ്യർ, സംസ്കാര ശൂന്യമായി ജീവിക്കുന്ന മനുഷ്യർ, അവരെ ഇലന്നൂർ, പ്രകാശത്തിന്റെ സൽപാതാവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ, അവരെ ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രവാചകരെ അങ്ങേക്ക് ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്? വേദഗ്രന്ഥം എന്തിനാണ്? ഖുർആൻ. അത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ്. അതേ രൂപത്തിൽ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപിയുമായ റബ്ബിന്റെ സിറാത്തിലേക്ക്, റബ്ബിന്റെ മാർഗത്തിലേക്കാണ്. ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകും, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, അത് എല്ലാവർക്കും മനസ്സിലാകൂല, അത് ചില ആളുകൾക്കേ ഉള്ളൂ. നോക്കൂ, ഖുർആൻ അത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പിഴച്ചു പോവല്ല, അള്ളാഹുവിന്റെ സിറാത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് നിങ്ങളെ അത് കൈപിടിച്ചു കൊണ്ടുപോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് മനുഷ്യൻ എന്ന പ്രോഡക്റ്റിന്റെ ഒരു മാനുവലാണ്. ഓരോരോ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു മാനുവൽ, അതെങ്ങനെയാ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു മാനുവൽ കിട്ടൂലേ? അതിന്റെ മനുഷ്യൻ എന്ന പ്രോഡക്റ്റിന്റെ ഒരു മാനുവലാണിത്. എങ്ങനെ മനുഷ്യൻ ജീവിക്കണം, എന്തൊക്കെ മനുഷ്യൻ പ്രവർത്തിക്കണം, എന്തൊക്കെ സ്വഭാവങ്ങളാണ് മനുഷ്യനിൽ ഉണ്ടാവേണ്ടത്, എങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ എങ്ങനെയും പറ്റുമെങ്കിലും അങ്ങനെ വർക്ക് ചെയ്തുകൂടാ. അങ്ങനെ വർക്ക് ചെയ്താൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരും, അതിന് അപകടങ്ങൾ ഉണ്ടാകും. അപകടങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഏത് രൂപത്തിൽ പോകണമെന്ന കൃത്യവും വ്യക്തവുമായ സുവ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അയാളുടെ മാതാപിതാക്കളോട് മനുഷ്യൻ എങ്ങനെ വർത്തിക്കേണ്ടതുണ്ട്, തന്റെ ഭാര്യയോട് ഒരാൾ എങ്ങനെ പെരുമാറണം, തന്റെ ഭർത്താവിനോട് എന്തൊക്കെ കടപ്പാടുകളുണ്ട്, തന്റെ മക്കളെ എങ്ങനെ വളർത്തേണ്ടതുണ്ട്, അയൽവാസികൾ ആരാണ്, അവരോട് എന്തൊക്കെ ബാധ്യതകളുണ്ട്, കുടുംബത്തോട്, സമൂഹത്തോട് എങ്ങനെ കച്ചവടം നടത്തണം, എങ്ങനെ ക്രയവിക്രയങ്ങൾ, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സർവ്വവിധ അധ്യാപനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വൈയക്തികവും സാമൂഹികവും സാമ്പത്തികവും ദാമ്പത്യവും കുടുംബവുമായ എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും മനുഷ്യന് നൽകുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. അതെ, മനുഷ്യനെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ഈ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ അപകടങ്ങൾ ഉണ്ടാകും. തിന്മകളിലേക്ക് മനുഷ്യൻ അറിയാതെ ചെന്നു പതിക്കും. അശ്ലീലതകളും അധാർമിക പ്രവർത്തനങ്ങളും ഒന്നും മനുഷ്യന് വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ല. അയാൾ എത്ര മാനവികത പ്രസംഗിച്ചാലും, അയാൾ എത്ര പുരോഗമനവാദിയാണ് എന്ന് വാദിച്ചാലും, അയാൾ ഏത് ആധുനിക ലോകത്ത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചില ഫയലുകളെ കുറിച്ച് കേട്ടല്ലോ, ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ അല്ലേ? അത് പുറത്തേക്ക് വന്നു, പാശ്ചാത്യ ലോകത്ത് നിന്ന് അത് പുറത്തേക്ക് വന്നു. അത് പുറത്തേക്ക് വന്നപ്പോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഖുർആൻ അത് അധാർമികതയാണ്, അത് മാനവിക വിരുദ്ധമാണ്, അത് വലിച്ചെറിയണം, അത് കത്തിക്കണം, അത് വായിക്കരുത്, അത് പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ, നവനാസ്തികതരുടെ ദൈവങ്ങളായ ആളുകൾ, അവരൊക്കെയാണ് ഈ ഫയലുകളിലുള്ള ആളുകൾ. 35 ലക്ഷം പേജുള്ള ഒരു ഫയലാണ്. 35 ലക്ഷം പേജുകൾ, 2000-ഓളം വീഡിയോകൾ, 1,50,000 ഇമേജുകൾ, ഫോട്ടോകൾ. എന്താണ് ഈ ഫോട്ടോകൾ? എന്താണ് ഈ വീഡിയോകൾ? എന്താണ് ഈ പേജിൽ, ഈ ഫയലുകളിൽ, 35 ലക്ഷം ഫയലുകളിൽ ഉള്ളത് എന്താണ്? വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖർ, ലോകത്ത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, യുക്തിവാദികൾ, നവനാസ്തികർ, അവരുടെ തലതൊട്ടപ്പന്മാർ, അപ്പോസ്തലന്മാർ എന്നറിയപ്പെടുന്നവർ,
അവരൊക്കെ ചെന്നുപെട്ടത് ഒരു കൊച്ചു ദ്വീപിലേക്കാണ്. എന്തിനാണ്? അശ്ലീലതകളുടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ, മാനവികതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, മതം ഉപേക്ഷിക്കൂ, യുക്തിവാദിയാകൂ എന്ന് പറഞ്ഞ ആളുകൾ, നാസ്തികത സ്വീകരിക്കൂ എന്ന് പറഞ്ഞ ആളുകൾ, അവർ എത്തിപ്പെട്ടത് പിഞ്ചു ബാലികമാർ 5ഉം 6ഉം വയസ്സുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദ്വീപിൽ പാർപ്പിക്കുകയും ആവശ്യാനുസരണം ഒരു സദസ്സിൽ പോലും പറയാൻ കഴിയാത്ത, വേദനയോടുകൂടി അല്ലാതെ ഓർക്കാൻ കഴിയാത്ത തീർത്തും ക്രൂരമായ ഏർപ്പാടുകൾക്ക് വേണ്ടി ആ പിഞ്ചു ബാലികമാരെ ഉപയോഗിച്ചവർ ആരാണവർ? ഖുർആനിന്റെ ആദർശത്തിൽ നിന്ന്, അതിന്റെ മാർഗദർശനത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോ പ്രത്യക്ഷത്തിൽ മാനവികത സംസാരിക്കുന്ന ആളുകൾ, പ്രത്യക്ഷത്തിൽ നന്മ സംസാരിക്കുന്ന ആളുകൾ, മാന്യതയുടെ കുപ്പായമിട്ടുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് വന്ന് മതം തീവ്രവാദമാണെന്ന് വാദിക്കുന്ന ആളുകൾ, അവർ ചെന്നുപെട്ട അശ്ലീലതയുടെ മുഖങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഖുർആൻ ഇത് കൈവിട്ടാൽ അപകടങ്ങൾ ഉണ്ടാകും. പ്രത്യക്ഷിച്ച് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. രഹസ്യമായി ആരെയും ഭയപ്പെടാനില്ല. പക്ഷെ ഈ ഖുർആനാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഖുർആൻ കേവലം ഓതി കൂലി വാങ്ങാൻ മാത്രമുള്ളതല്ല. വിശുദ്ധ റമദാനാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കൃത്യമായ പ്ലാനോടുകൂടെ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും 2 പേജ് വീതം ഓതുന്നു, 4 പേജ് വീതം ഓതുന്നു, അതുപോലെ തന്നെ ഒരു ജുസ്ഉ വീതം ഓതുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ 1ഉം 2ഉം 3ഉം ജുസ്ഉകൾ പൂർത്തിയാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലിയ പ്രതിഫലാർഹമാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരക്ഷരം പാരായണം ചെയ്താൽ ഇതുപോലെ ഒരു ഗ്രന്ഥമില്ല സഹോദരങ്ങളെ, ഇതുപോലെ ഒരു പുസ്തകമില്ല സഹോദരങ്ങളെ. ഒരക്ഷരത്തിന് 10 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രമേൽ പ്രതിഫലമാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫും ലാമും മീമും അതൊരു ഹർഫാണെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ എല്ലാം വ്യത്യസ്തമാണ്. 30 പ്രതിഫലം ലഭിക്കും നിങ്ങൾക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അങ്ങനെ ഓതി കൂലി വാങ്ങാൻ മാത്രമുള്ളതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിന്റെ 29ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. എന്തിനാണ് ഈ ഗ്രന്ഥം പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്? ഈ അനുഗ്രഹീത ഗ്രന്ഥം ലിയദബ്ബറു ആയാതി, അതിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആയത്തുകളെ കുറിച്ചിട്ട് ഉറ്റാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരാവാൻ വേണ്ടിയിട്ടുമാണ്. എങ്ങനെയാണ്? ഓതിയാൽ ഇതൊരു മെസ്സേജാണ്, ഇതൊരു സന്ദേശമാണ്. ഈ സന്ദേശം നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരുപാട് ഖത്ം തീർത്താലും ഇതിന്റെ അവതരണോദ്ദേശം, അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടില്ല. അള്ളാഹു പറഞ്ഞത് എന്താ? നമ്മൾ ഉത്ബുദ്ധരാവാൻ, നമുക്ക് പരിവർത്തനം ഉണ്ടാവാൻ, നമ്മൾ ആലോചിക്കാൻ, അർത്ഥമറിയണം, പഠിക്കണം, മനസ്സിലാക്കണമെന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണിത്. പലപ്പോഴും അതിന് നമുക്ക് ഇത്ര പ്രായമല്ലേ, നമുക്ക് അതിനൊക്കെ സൗകര്യം എന്താ, ചെറുപ്പത്തിൽ പഠിക്കേണ്ടതല്ലേ, ഇനിയിപ്പോ പഠിക്കാൻ പറ്റുമോ, ഇനിയിപ്പോ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ക്ഷണിക്കുമ്പോ ഇതിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ മാത്രം നമുക്ക് പ്രായം, ആരോഗ്യം, അതല്ലെങ്കിൽ സമയക്കുറവ്, ഇതൊക്കെ നമുക്കൊരു ബിസിനസിന്റെ കാര്യം പറഞ്ഞു നോക്കട്ടെ. സാമ്പത്തികമായി ദുനിയാവിൽ ഏതെങ്കിലും രൂപത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയം പറഞ്ഞു നോക്കട്ടെ. അതിന്റെ ഏത് തലയിൽ ഏറ്റവും വലിയ ഉന്നതമായ അറിവുള്ള ആൾ എവിടെയാണുള്ളത്, അയാളുടെ ആ സമീപത്ത് ചെന്ന് നമ്മൾ പഠിക്കൂലേ, നമ്മൾ അന്വേഷിക്കൂലേ? വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാണ് തയ്യാറുള്ളത്? വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഒന്ന് ഇരുന്ന് നോക്കൂ, നമ്മൾ ഒന്ന് പാരായണം ചെയ്യാൻ, ഒന്ന് തജ്വീദ് പഠിക്കാൻ, ഒന്ന് അതിന്റെ അർത്ഥവും ആശയവും പഠിക്കാൻ വളരെ ഈസി ആക്കിയിട്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ 10-14 തവണ ആവർത്തിച്ച ആയത്താണിത്. വലഖദ് യസ്സർനൽ ഖുർആൻ, ഇത് എളുപ്പമാണ് നിങ്ങൾക്ക്. ആര് തയ്യാറുണ്ട് എന്ന അള്ളാഹുവിന്റെ ചോദ്യമാണ്. നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ഇത് കേവലം പാരായണം ചെയ്തിങ്ങനെ പോകുന്നതിനപ്പുറത്ത് ഇമാം ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കണം. സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോ മനസ്സ് നിറഞ്ഞിട്ട് റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്ന്
ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഇമാമിന്റെ ഖുർആൻ പാരായണം നരകത്തെക്കുറിച്ചാകുമ്പോ, മരണത്തെക്കുറിച്ചാകുമ്പോ നമുക്കൊക്കെ ഭയപ്പാടുകൾ ഉണ്ടായിട്ട് ആ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകണമെങ്കിൽ സഹോദരങ്ങളെ ഖുർആൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിന്റെ 24-ാമത്തെ വചനം, ഈ ചോദ്യം നമ്മളോടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു ചോദിക്കുന്നു, നോക്കൂ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവർ ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലയോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹുവിന്റെ ചോദ്യം കടുപ്പമുള്ളതാ. അല്ല, ഖുർആൻ പഠിക്കാതെ, ഖുർആൻ മനസ്സിലാക്കാതെ രൂപത്തിൽ അവരുടെ ഹൃദയങ്ങൾ പൂട്ടുകളിട്ട് ബന്ധിക്കപ്പെട്ടതാണോ? പൂട്ടുകളിട്ട് പൂട്ടി അവരുടെ ഹൃദയം പൂട്ടിയിരിക്കുകയാണോ? റബ്ബിന്റെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ ഈ ചോദ്യം നമ്മളോടാണോ? സഹോദരങ്ങൾ, വിശുദ്ധ റമദാൻ ഖുർആനിന്റെ മാസമാണ്. ഈ റമദാനിൽ ഈ ചോദ്യം നമ്മളോടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മൊബൈലിൽ എത്രയെത്ര ഫ്രീ ആയി ലഭിക്കുന്ന, സൗജന്യമായി ലഭിക്കുന്ന ഖുർആൻ പഠിക്കാൻ എത്രയെത്ര ആപ്ലിക്കേഷനുകൾ ഉണ്ട്. അമാനി മൗലവിന്റെ തഫ്സീർ നമുക്കറിയാലോ, വലിയ അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ഖുർആൻ പഠിക്കാൻ സംവിധാനമില്ല എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ, ഉസ്റ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അമാനി മൗലവിയുടെ തഫ്സീറുണ്ട്. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് കൈരളിക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്, നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആലോചിക്കണം, ആ തഫ്സീർ നമ്മുടെ പള്ളികളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ മൊബൈലുകളിലുണ്ട്. പക്ഷേ നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മൾ അത് പഠിക്കാൻ തയ്യാറാകുന്നുണ്ടോ? പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കുക. ഈ ഖുർആൻ എന്റെ മാർഗനിർദ്ദേശത്തിന്, എന്റെ മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ്. അതിന്റെ സത്യാസത്യങ്ങൾ വിവേചിച്ചറിയാൻ വേണ്ടി, നന്മകളിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എന്റെ റബ്ബ് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. ഞാനിത് പഠിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം തന്നെയെങ്കിലും ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. തുടങ്ങണം നമ്മൾ ഈ റമദാനിൽ ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഖുർആൻ പഠനം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇതാണ് മനുഷ്യരെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ആധുനിക ലോകത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ, വ്യഭിചാരത്തിന്റെ, അധാർമികതയുടെ വ്യാപനത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈമാനുള്ളവർ, മുത്തഖീങ്ങൾ, തഖ്വയുള്ളവർ, മുസ്ലിമീങ്ങൾ നമുക്കൊക്കെ പല ആശങ്കകളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആശങ്കകൾക്കപ്പുറത്ത് പരിഹാരത്തിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് പരിശോധിക്കേണ്ടതുണ്ടോ? അതിന് പരിഹാരം മറ്റൊന്നുമില്ല. അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ധർമ്മനിഷ്ഠമായ അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ, നമ്മളെ മക്കളെ കൊണ്ടുവരാൻ, നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാൻ ഖുർആനില്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. പരിവർത്തനം ഉണ്ടാകും. കടുപ്പമുള്ള ഹൃദയത്തിന്റെ വക്താവായി ജീവിച്ച് ക്രൂരനായി അറിയപ്പെട്ടിരുന്ന മക്കയിലെ മക്കയിലെ അറബി സമൂഹത്തെ പോലും കിടുകിടാ വിറപ്പിക്കുമാറ് ധീരനായി വാണിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മൃദുലമാക്കിയ, അദ്ദേഹത്തിനെ ദയാലുവാക്കിയ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പ്രവാചകന്റെ വിയോഗ വാർത്ത കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇരുന്നു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സൃഷ്ടിച്ചെടുത്തത് ഈ ഖുർആനാണ്. സൂറത്തു ത്വാഹയിലെ ഏതാനും വചനങ്ങളാണ് അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിന് കാരണമായിട്ടുള്ളത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാൻ കഴിയും.
എത്രയെത്ര സംഭവങ്ങൾ. അഹമ്മദ് ദീദാത്തുമായി 1977 സംവാദം നടത്തിയ ഗ്യാരി മില്ലർ, ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്ര പ്രൊഫസറായിരുന്നു അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതനും പണ്ഡിതനുമായിരുന്നു, ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹം സംവാദം നടത്തിയത് 1977. പക്ഷേ അഹമ്മദ് ദീദാത്ത് എന്ന ഇസ്ലാമിക പ്രബോധകന്റെ പണ്ഡിതന്റെ കുറിക്കുകൊള്ളുന്ന മറുപടിക്ക് മുമ്പിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനിയുള്ള ഒരു സംവാദത്തിൽ അഹമ്മദ് ദീദാത്തിനോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഖുർആനിന്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച്, ഖുർആനിന്റെ അപകടങ്ങളെക്കുറിച്ച്, ഖുർആനിലെ തിന്മകളെക്കുറിച്ച് അല്പം കൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം അതിശക്തമായി ഇനിയും അഹമ്മദ് ദീദാത്തിനെ നേരിടാൻ. അദ്ദേഹം പഠിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, ഖുർആനിനെ എതിർക്കാൻ, വിമർശിക്കാൻ വേണ്ടി പഠിച്ചു. 1977 സംവാദം കഴിഞ്ഞു. 1978 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് കലിമ ചൊല്ലിയിട്ട് പിന്നീട് പ്രബോധന മേഖലയിൽ അഹമ്മദ് ദീദാത്തിന്റെ കൂടെ ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തെ കാണാൻ കഴിയും. ഗ്യാരി മില്ലർ എന്ന പേരുള്ള ആ ഇസ്ലാമിക പ്രബോധകനെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. അതിന് ഖുർആൻ വായിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കണം. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏതെങ്കിലും മരിച്ച വീട്ടിൽ ഓതാനോ റമദാൻ വരുമ്പോൾ ഓതാനോ ഉള്ളതല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഖത്ം തീർക്കാനുള്ളതല്ല. നമ്മൾ നോക്കൂ, പലപ്പോഴും മരിച്ച വീട്ടിലൊക്കെ ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തു യാസീൻ. അതിന്റെ 70ാമത്തെ വചനം നോക്കൂ, എന്താണ് അല്ലാഹു പറഞ്ഞത്? ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യ. ഇത് ഹയ്യു ആയവരെ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് കൊടുക്കാനുള്ള ഗ്രന്ഥമാണ്. മരിച്ചവരുടെ മുമ്പിൽ ഇരുന്ന് ഓതാനുള്ളതല്ല. അള്ളാഹു മരിച്ച ആളുകളുടെ മയ്യത്തിന്റെ സമീപത്ത് നിന്ന് ഓതുന്ന ഈ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചതാണ്. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവനുള്ളവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്. ജീവനുള്ളപ്പോ പഠിക്കണം, ജീവനുള്ളപ്പോ പഠിക്കണം, ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തെ പരിവർത്തിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതറിഞ്ഞൂടാ, ഇത് പഠിക്കൂല, ഇത് മനസ്സിലാക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ഇത് മരിച്ചെടുത്തോതേണ്ടതാണോ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കേണ്ടതാണോ? ഒന്നും തിരിയാത്തൊരവസ്ഥ ഉണ്ടാകും. അത് നമുക്കില്ലാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പരിഭാഷ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ സൗജന്യമായിട്ട് നമ്മുടെ മൊബൈലിൽ അമാനി മൗലവിന്റെ 30 ജുസ്ഇന്റെ പരിഭാഷയും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. നമുക്കത് പഠിക്കാൻ കഴിയണം. സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? ഏതൊക്കെ പുതിയ പുതിയ ടെക്നോളജികളുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പരിശീലിച്ചിട്ടില്ലേ? പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതും കൂടെ പഠിക്കണമെന്ന്. അവിടെ നമുക്ക് പ്രായം പ്രശ്നമല്ലല്ലോ, നമുക്ക് തിരക്കുകൾ പ്രശ്നമല്ലല്ലോ. അതുപോലെ പാരത്രിക ലോകത്ത് വിജയിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. വിശുദ്ധ ഖുർആൻ പഠിച്ച ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ഞാൻ പഠിക്കും. തീരുമാനിക്കുക. അർത്ഥമറിഞ്ഞിട്ട് ഫാത്തിഹ ഓതി നമസ്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ചെറിയ ചെറിയ സൂറത്തുകൾ അടുത്ത അർത്ഥം പഠിച്ച് നമ്മൾ തുടങ്ങുക. നമ്മുടെ മഹല്ലിൽ QHLS സംവിധാനമുണ്ട്, ഖുർആൻ പഠന ക്ലാസ്സുകളുണ്ട്. പക്ഷേ ആലോചിക്കുക, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെയും പ്രയാസപ്പെടുത്താനല്ല. പല തിരക്കുകളും നമുക്കുണ്ടാകും. പക്ഷെ ആ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മിൽ എത്ര പേർക്ക് അത്തരം ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്? എത്ര ആളുകൾക്ക് സാധിക്കും? അത് യൂട്യൂബിലുണ്ട് എന്ന് പറയും. യൂട്യൂബിൽ നിന്ന് ആരാ കേൾക്കല്? അത് അവിടെ ഉണ്ടെന്ന് പറയൂ. ഓൺലൈൻ ആരെ കേൾക്കറ്? അതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് ഈ റമദാനിൽ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമായ മനസ്സോടുകൂടെ തുനിഞ്ഞിറങ്ങണം. ഇത് ഖുർആനിന്റെ മാസമാണ്, ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ആ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ആരെങ്കിലും ഈ മാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഫല്യസും, നിങ്ങൾ നോമ്പെടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നോമ്പെടുക്കുന്നത് പോലും ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഖുർആനിനോട് കൂടുതൽ അടുക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ ചർച്ച ചെയ്യാൻ, അങ്ങനെ പരലോകത്ത് ഖുർആൻ നമ്മുടെ ശുപാർശകരായി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അല്ലാഹുവിന് ചില കുടുംബക്കാരുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് കുടുംബക്കാർ എന്നറിയോ? അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ, അഹ്ലുല്ലാഹി, അവർ അഹ്ലുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആനിന്റെ ആളുകൾ, ഖുർആൻ ഓതുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ മനസ്സിലാക്കുന്നവർ, ഖുർആൻ ചർച്ച ചെയ്യുന്നവർ. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയാക്കി മാറ്റാൻ, നമ്മുടെ മുന്നിൽ നടത്തുന്ന ഇമാമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.